Dear students, let us discuss automobile pollution, acid rain and greenhouse effect. Automobile pollution. Automobiles have made our life easy and convenient. They have also made human life more complicated and vulnerable to both toxic and increased risk of accidents. The major pollutants from automobiles are given below: oil, antifreeze, and grease on street and driveways. The burnt and partially burnt fuels are called hydrocarbons. These are the major contributors to smoke. വാഹനഗതാഗതത്തിൽ നിന്നും ഉണ്ടാകുന്ന മലിനീകരണത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്യൂവല് കത്തിക്കുമ്പോൾ പുറത്തേക്ക് തള്ളപ്പെടുന്ന ഹൈഡ്രോകാർബൺസ്, ആ ഹൈഡ്രോകാർബൺസാണ് സ്മോഗ് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ പൊള്ളൂട്ടൻറ്റിൽ ഒന്നാണ് ഹൈഡ്രോകാർബൺസ്. അതുകൂടാതെ നൈട്രജൻ ഓക്സൈഡ്സ്, കാർബൺ മോണോക്സൈഡ്, പാർട്ടിക്കുലേറ്റ്സ്, സൾഫർ ഓക്സൈഡ്സ് എന്നിവയും ഈ മേഖലയിലുള്ള പ്രധാനപ്പെട്ട പൊള്ളൂട്ടൻസ് ആണ്. നൈട്രജൻ ഓക്സൈഡ്സ്. When nitrogen in the air react with oxygen at a high temperature and pressure inside the engine, oxides of nitrogen are produced and pumped into the atmosphere as pollutants. Carbon monoxide. Carbon monoxide is formed by the incomplete combustion of fuels. Carbon monoxide reduces the blood's ability to carry oxygen. Particulates. The tiny particles in the micrometer size range like soot or smoke are called particulates. Oxides of sulfur. Various oxides of sulfur are emitted from motor vehicles by the burning of the fuels. So, ഓട്ടോമൊബൈൽ മേഖലയിൽ നിന്നുള്ള അഥവാ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻകംപ്ലീറ്റ് ബേണിങ്ങിൽ നിന്നുമുണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ്, അതുപോലെ പാർട്ടിക്കുലേറ്റ്സ് എന്ന് പറയുന്ന വളരെ ചെറിയ പാർട്ടിക്കിൾസ്, നൈട്രജൻ്റെ ഓക്സൈഡ്സ്, സൾഫറിൻ്റെ ഓക്സൈഡ്സ് എന്നിവയാണ്. വാട്ട് ഈസ് ആസിഡ് റെയിൻ? When fossil fuels are burnt, sulfur dioxide and nitrogen oxides are released into the atmosphere. These acid gases undergo complex chemical reactions to be transformed into their respective acids, sulfuric acid and nitric acid, thus lowering the pH of the rainwater. There are many incidents that the pH of rainwater has been lowered up to 4.3, indicating the clear evidence of acid precipitation. In industrial area, the pH of rainwater of 5.5 is very frequent. എന്താണ് അമ്ല മഴ? ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുമ്പോൾ പുറത്തേക്ക് തള്ളപ്പെടുന്ന സൾഫർ ഓക്സൈഡ്സ്, പ്രധാനമായും സൾഫർ ഡയോക്സൈഡ്, അത് എൻവയോൺമെൻറ്റിൽ വന്നു കഴിയുമ്പോൾ സൾഫർ ട്രയോക്സൈഡായി മാറും. അതുപോലെ തന്നെ നൈട്രജൻ്റെ ഓക്സൈഡ്സിൽ അത് നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡായിട്ട് മാറും. അപ്പോൾ സൾഫർ ട്രയോക്സൈഡ് ജലവുമായി അന്തരീക്ഷത്തിലുള്ള ഈർപ്പവുമായി അഥവാ വേപ്പറുമായി പ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡിൻ്റെ വേപ്പേഴ്സും അതുപോലെ നൈട്രിക് ആസിഡിൻ്റെ വേപ്പേഴ്സും ഉണ്ടാകും. അതാണ് മഴ പെയ്യുന്ന സമയത്ത് ജലവുമായി കൂടിച്ചേർന്ന് ആസിഡ് മഴയായിട്ട് വരുന്നത്. ആസിഡ് മഴയുടെ പലപ്പോഴും
പി എച്ച് എന്ന് പറയുന്നത് 4.3-നും 5.5-നും ഇടയ്ക്ക് പി എച്ച് ഉള്ള ആസിഡ് മഴയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. 4.3 എന്ന് പറയുമ്പോൾ വളരെ കൂടിയ അമ്ലത സ്വഭാവം കാണിക്കുന്നവയാണ്. വ്യവസായ മേഖലയിലൊക്കെ 5.5, 5.4 പി എച്ചിലുള്ള ആസിഡ് മഴ വളരെ കോമൺ ആണ്. Acid rain is continued. When fossil fuels such as coal, oil and natural gas are burnt, chemicals like sulfur dioxide and nitrogen oxides are produced. These chemicals react with water and other chemicals in the air to form sulfuric acid, nitric acid and other harmful pollutants like sulfates and nitrates. These acid pollutants spread upwards into the atmosphere and are carried by air currents to finally return to ground in the form of acid rain, fog or snow. നമ്മളെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്ന പൊള്ളൂട്ടൻസ്, അതായത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, പിന്നെ അത് കൂടാണ്ട് തന്നെ ചില പൊള്ളൂട്ടൻസ് സൾഫേറ്റ്സ്, നൈട്രേറ്റ്സ് പോലെയുള്ള പൊള്ളൂട്ടൻസ്, ഇവയൊക്കെ തന്നെ അന്തരീക്ഷത്തിലെ അത് സ്പ്രെഡ് ചെയ്തിട്ട് അത് ഇസ് ക്യാരീഡ് ബൈ എയർ കറൻസ്. അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ദീസ് പൊള്ളൂട്ടൻസ് ആർ ക്യാരീഡ് ബൈ എയർ കറൻസ്. മുകളിലേക്കത് സ്വാഭാവികമായി തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നു. പക്ഷേ അവസാനം അത് ആത്യന്തികമായിട്ട് വീണ്ടും അത് പേപ്പറുമായിട്ടോ ഫോഗുമായിട്ടോ സോയുമായിട്ടോ ഒക്കെ കൂടിച്ചേർന്ന് വീണ്ടും അത് ഗ്രൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരുന്ന പ്രസിപ്പിറ്റേഷൻ അഥവാ അതിനെയാണ് നമ്മൾ അമ്ലമഴ എന്ന് വിളിക്കുന്നത്. Acid rain damages buildings. In fact, the nitric acid and sulfuric acid combine with the HCl vapors to generate acidic precipitation, which is widely known as acid rain. ഞാൻ നേരത്തെ സൂചിപ്പിച്ചെടുത്ത് HCl വേപ്പേഴ്സ് പറഞ്ഞിരുന്നില്ല. HCl വേപ്പേഴ്സും അതായത് സ്വാഭാവികമായി നാച്ചുറൽ പ്രതിഭാസത്തിലൂടെയും ഹ്യൂമൻ ആക്ടിവിറ്റിയിൽ കൂടിയും അന്തരീക്ഷത്തിലേക്ക് വരുന്ന HCl വേപ്പേഴ്സ് അതും കൂടി കൂടിച്ചേരുമ്പോൾ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമായി കൂടിച്ചേർന്ന് HCലും കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന ആ ഒരു പ്രസിപ്പിറ്റേഷൻ, ആ കോമ്പിനേഷൻ, അതാണ് യഥാർത്ഥത്തിലുള്ള ആസിഡ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. The corrosive nature of acid rain causes many forms of environmental damage. Acid pollutants also occur as dry particles, which when washed from the ground by rain add to the acids in the rain to form an even more corrosive solution. This is called acid deposition. അന്തരീക്ഷത്തിലുള്ള അസിഡിക് ക്യാരക്ടറുള്ള പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിൾസോ അതും മഴയോടൊപ്പം താഴേക്ക് മണ്ണിലേക്ക് വരും. അങ്ങനെ വരുന്ന പാർട്ടിക്കിൾസ് ആസിഡ് റെയിനുമായി കൂടിച്ചേർന്ന് അമ്ല സ്വഭാവമുള്ള മഴയുമായി കൂടിച്ചേർന്ന് കുറേ കൂടി കൊറോസീവായിരിക്കുന്ന, കുറേ കൂടി അമ്ല സ്വഭാവം കാണിക്കുന്ന സൊല്യൂഷൻ ഉണ്ടാക്കും. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ആസിഡ് ഡെപ്പോസിഷൻ. Acid rain damages plants. Acid rain removes minerals and nutrients from the soil that are essential for plant growth. At high elevations, acidic fog and clouds might strip nutrients from trees' foliage, leaching them with brown or dead leaves. Gradually, the acidic water alters the pH of the soil and the plant growth is retarded. ചെടികൾക്കും അല്ലെങ്കിൽ സസ്യങ്ങൾക്കും ആസിഡ് മഴ വളരെ ദോഷകരമാണ്. അത് മണ്ണിലെ ന്യൂട്രിയൻസിനെ റിമൂവ് ചെയ്യുന്നത് മാത്രമല്ല, ചെടികളുടെ ഇലയിൽ വീണ് കഴിയുമ്പോഴും ആ ഇലകളിൽ നിന്ന് പോലും അത് ന്യൂട്രിയൻസിനെ സ്ട്രിപ്പ് ഓഫ് ചെയ്യും. എന്ന് വെച്ചാൽ അത് ചെടിയുടെ ഇലകളിലുള്ള ന്യൂട്രിയൻസിനെ പോലും അത് ലയിപ്പിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ചെടിയുടെ ഇല അതിൻ്റെ നിറം മാറി അത് ബ്രൗൺ കളറായി അവസാനമായി പലപ്പോഴും ആ സസ്യങ്ങൾ തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ എത്താറുണ്ട്. തന്നെയുമല്ല, മണ്ണിൻ്റെ അമ്ല സ്വഭാവം മാറുന്നതുകൊണ്ട് സ്വാഭാവികമായും ഒരു കൃഷിക്ക് ഉപയുക്തമായിരിക്കുന്ന ഒരു മണ്ണിൻ്റെ അമ്ലത എന്ന് പറയുന്നത് ഒരു 5.9-നും 6.8-നും ഇടയിൽ നിൽക്കണം. എന്നാൽ ആസിഡ് മഴ ഉണ്ടാകുന്ന ഭൂപ്രദേശങ്ങളിൽ മണ്ണിൻ്റെ അമ്ലത 5 അതിൽ താഴെയായിരിക്കും.
അത് കൃഷിക്കും അതുപോലുള്ള സസ്യങ്ങളുടെ വളർച്ചയ്ക്കും വളരെ ദോഷകരമാണ്. അഥവാ ചെടി പലപ്പോഴും വളരുകയില്ല. Now we can discuss what is the meaning of greenhouse effect. ഹരിതഗ്രഹ പ്രഭാവം എന്താണ്? That is known as greenhouse effect. First of all, let us see which are the greenhouse gases. ഹരിതഗ്രഹ വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ, മീഥെയ്ൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്. ഇതാണ് പ്രധാനപ്പെട്ട ഹരിതഗ്രഹ വാതകങ്ങൾ. ഹരിതഗ്രഹ പ്രതിഭാസത്തിന് കാരണമാകുന്ന അഥവാ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ എന്നത് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ, മീഥെയ്ൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ്. Greenhouse effect. About 75% of the light energy reaching the earth is absorbed by the earth's surface, increases its temperature. The earth's surface reflects the energy as heat that warms the atmosphere. Much of the heat is captured by greenhouse gases like H2O, CO2 and CH4. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ അഥവാ ലൈറ്റ് എനർജിയുടെ ഏതാണ്ട് 75% ഭൂമിയുടെ ഉപരിതലം അത് അബ്സോർവ് ചെയ്യും, ആഗിരണം ചെയ്യും. അത് ആഗിരണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഭൂമി അത് തിരിച്ചയക്കും. അങ്ങനെ തിരിച്ചയക്കുന്ന എനർജിയെ, അതായത് ഭൂമിയിൽ പതിച്ചതിന് ശേഷം ഭൂമി അത് ഡയറക്റ്റായിട്ട് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചയക്കും. ഇങ്ങനെ തിരിച്ചയക്കുന്ന ഊർജത്തെ, എനർജിയെ അന്തരീക്ഷത്തിലുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ, അതായത് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ, മീഥെയ്ൻ, ഓസോൺ തുടങ്ങിയ ഹരിതഗ്രഹ വാതകങ്ങൾ അതിനെ തടഞ്ഞു നിർത്തും. തടഞ്ഞു നിർത്തി കുറേ അതിൽ തട്ടി അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും, കുറച്ചത് വീണ്ടും അത് ഭൂമിയിലേക്ക് വരും. ഇവിടെ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കുക. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂര്യനിൽ നിന്നും വരുന്ന ലൈറ്റ് എനർജി. ആ ലൈറ്റ് എനർജി നേരെ നമ്മളുടെ ഭൂമിയുടെ സർഫസിലേക്ക് വരുന്നു, അത് ആഗിരണം ചെയ്യപ്പെടുന്നു, അത് അവിടെ നിന്നും തിരിച്ചയക്കുന്നു. ആ മഞ്ഞ കളർ കാണുന്നത്, അഥവാ ഓറഞ്ച് നിറമുള്ള ആരോസ്, ആ ഓറഞ്ച് നിറമുള്ള ആരോസ് എന്ന് പറയുന്നത് തിരിച്ചയക്കപ്പെടുന്ന ലൈറ്റ് എനർജിയാണ്. അതിന് ഇവിടെ നിങ്ങൾ 3 ഹരിതഗ്രഹ വാതകങ്ങൾ കാണിച്ചിട്ടുണ്ട്. CO2 എന്നത് കാർബൺ ഡയോക്സൈഡ്, H2O വാട്ടർ വേപ്പർ, CH4 മീഥെയ്ൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹരിതഗ്രഹ വാതകങ്ങൾ അത് തട്ടിക്കഴിയുമ്പം അത് വീണ്ടും അത് തിരിച്ച് മണ്ണിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് ജീവിക്കാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു താപനില സൃഷ്ടിക്കപ്പെടുന്നത്. ദി റെസ്റ്റ് ഓഫ് ദ ഹീറ്റ് റേഡിയേറ്റ്സ് ബാക്ക് ടു ദി അറ്റ്മോസ്ഫിയർ. അതായത് സർഫസ് ആഗിരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ദി റെസ്റ്റ് എനർജിയെ, ലൈറ്റ് എനർജിയെ അതിനെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്നു. Carbon dioxide plays the major role in capturing or trapping the heat. As carbon dioxide is released by various human activities, its concentration in the atmosphere is rapidly increasing. This causes global warming. ഭൂമിയിൽ പതിച്ചതിന് ശേഷം പുറത്തെ അത് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ലൈറ്റ് എനർജിയെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത് കാർബൺ ഡയോക്സൈഡാണ്. ആ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുമ്പം സ്വാഭാവികമായും അത് പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്ന ലൈറ്റ് എനർജിയുടെ അളവും കൂടും, സ്വാഭാവികമായും ചൂട് കൂടും. ഈ പ്രതിഭാസത്തെയാണ് ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ആഗോളതാപനം എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന പ്രകാശം, ആ പ്രകാശത്തെ ഭൂമി ആഗിരണം ചെയ്യുന്നു, കുറേ തിരിച്ചയക്കുന്നു. തിരിച്ചയക്കുന്ന പ്രകാശത്തെ, ഊർജത്തെ, ഹീറ്റിനെ അത് ഹരിതഗ്രഹ വാതകങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡയോക്സൈഡ് ക്യാപ്ചർ ചെയ്യുന്നു, പിടിച്ചെടുത്ത് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് അയക്കുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലെയും ഭൂമിയുടെയും താപനില കൂടാൻ കാരണമാകുന്നു. അതിനെയാണ് അതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. The increasing concentration of carbon dioxide in the atmosphere is a serious environmental problem. It can cause irreversible damage to the environment.
Among the constituents in the atmosphere, only carbon dioxide and water vapor strongly absorb infrared radiation 14,000 to 25,000 nanometer of wavelength and effectively block a large fraction of the Earth's emitted radiation. ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 410 ppm ആണ്. പാർട്ടിക്കിൾസ് പെർ മില്യൺ, അതാണ് ppm. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ഒരു സ്കെയിലാണ്, ഒരു സൂചികയാണ് ppm എന്നത്. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് അനുദിനം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭൂമിയിൽ പതിച്ചിട്ട് തിരിച്ചു പോകുന്ന ഊർജത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തി ഈ താപനില വർദ്ധിക്കാൻ കാരണക്കാരൻ കാർബൺ ഡൈ ഓക്സൈഡാണ്. സ്വാഭാവികമായും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ താപനിലയും കൂടിക്കൊണ്ടിരിക്കും. അതിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറുമാണ് ഏറ്റവും കൂടുതൽ IR റേഡിയേഷൻസിന്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന്, അതായത് ഊർജം കൂടിയ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന് 14,000 25,000 നാനോമീറ്റർ വേവ് ലെങ്ത്തുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഏറ്റവും കൂടുതൽ അബ്സോർവ് ചെയ്തതും പിടിച്ചു നിർത്തുന്നതും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറുമാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെയും അളവ് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ ആഗോളതാപനം വർദ്ധിക്കാനുള്ള കാരണവും ആകുന്നു. The radiation thus absorbed by carbon dioxide and H2O is partly emitted to the Earth's surface. The net result is that the Earth's surface gets heated up by a phenomenon called greenhouse effect. ഈ രീതിയിൽ, അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ചൂട് പിടിച്ചു നിർത്തി ചൂട് അന്തരീക്ഷത്തിൻ്റെയും ഭൂമിയുടെ ഉപരിതലത്തിലെയും ചൂട് വർദ്ധിക്കാൻ കാരണമാകുന്ന ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ദ കറന്റ് ട്രെൻഡ് ഇൻ ഡീഫോറസ്റ്റേഷൻ along with increased combustion of fossil fuels has a cumulative effect on the increase of carbon dioxide content. The temperature effect of carbon dioxide and water vapor combine together to have a long-range impact on the global climate. As surface temperature increases, with increase in the concentration of carbon dioxide, the evaporation of surface water also increases. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും കൂടി സംയുക്തമായി അന്തരീക്ഷത്തിലെ താപനില കൂടാൻ കാരണമാകുന്നു. താപനില കൂടുന്നതനുസരിച്ച് കൂടുതൽ സമുദ്രജലം അഥവാ ജലസ്രോതസ്സിൽ നിന്നുള്ള കൂടുതൽ ജലം വേപ്പറൈസ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് വരികയും അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റിൻ്റെ അഥവാ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു. സ്വാഭാവികമായി താപനില കൂടുന്നു. താപനില കൂടുന്നതനുസരിച്ച് ഇവാപ്രേഷൻ ഫ്രം ദ സർഫസ് വാട്ടർ അത് കൂടുന്നു. അങ്ങനെ എൻവയോൺമെൻറ്റിൽ വാട്ടർ വേപ്പറിൻ്റെ അളവും കൂടുന്നു. ദ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കൂടിയ ഇമ്പാക്റ്റ് അതായത് ആഗോള താപനത്തിന് കൂടുതൽ സാധ്യത സൃഷ്ടിക്കപ്പെടുന്നു. The sea level may rise up to due to the expansion of the seawater at increased temperatures and by the partial melting of glaciers, ice caps of Greenland and polar ice caps. This rise of sea level is estimated to affect many coastal countries. In our country, Cochin, Chennai and Goa may be affected. Thus, carbon dioxide plays a very important role in changing the global climate. Without carbon dioxide, the earth would be as cold as the moon. By trapping the heat radiating from the earth's surface, carbon dioxide regulates global temperature to a life-sustaining 15 degrees Celsius. If the quantity of carbon dioxide in the atmosphere increases too much, the life on earth will be endangered. ഹരിതഗ്രഹ പ്രഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് അഥവാ ഇഫക്റ്റ് എന്നത് ചൂട് കൂടിക്കഴിഞ്ഞാൽ, ചൂട് ഒരു പരിധിക്കപ്പുറത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു ലൈഫ് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് H2O വേപ്പേഴ്സിൻ്റെ അളവും കൂടുന്നു. അങ്ങനെ താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. താപനില വർദ്ധിക്കുന്നതനുസരിച്ച് മഞ്ഞുമലകൾ, അതായത് ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ കാണുന്ന മഞ്ഞ് മലകൾ, അതുപോലെ മഞ്ഞ് കട്ട, ഇതൊക്കെ ഉരുകി സമുദ്രജലത്തിൻ്റെ വിതാനം ഉയരാൻ കാരണമാകും. ഇങ്ങനെ സമുദ്രജലത്തിൻ്റെ വിതാനം
ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ കോസ്റ്റൽ കൺട്രീസിലും അതായത് തീരദേശ രാജ്യങ്ങളിൽ താഴ്ന്നു കിടക്കുന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഏതാണ്ട് 60 രാജ്യങ്ങൾക്കത് ചില രാജ്യങ്ങൾ ചില ദ്വീപ് രാജ്യങ്ങളൊക്കെ മുങ്ങിപ്പോകുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്താണെങ്കിൽ കൊച്ചി, ചെന്നൈ, ഗോവ തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറ്റ് പ്രസൻറ്റ് നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് അല്ലെങ്കിൽ അത് ആണ് ഈ ഗ്ലോബൽ ടെമ്പറേച്ചറിനെ കാർബൺ ഡൈ ഓക്സൈഡാണ് ഗ്ലോബൽ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്ത് ആഗോളതലത്തിൽ ഗ്ലോബൽ മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ നിന്നും ഒരു 1 ഡിഗ്രി സെൽഷ്യസ് കണ്ട് വർധനവ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു ലൈഫ്, ഒരു ഹ്യൂമൻ ലൈഫ് ഏതാണ്ട് വളരെ ബുദ്ധിമുട്ടായി തീരും, പ്രയാസകരമായി തീരും. So that is all in this particular session, and you are given the assignment. You have to write what is acid rain, and also you have to explain what is the meaning of greenhouse effect. ആസിഡ് റെയിൻ എന്താണ് എന്നത് നിങ്ങളൊരു ഷോർട്ട് ആൻസർ ആയിട്ട് എഴുതുക. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നത് ഒരു എസ്സേ രൂപത്തിൽ, ഒരു ഉപന്യാസ രൂപത്തിൽ ഒരു 1.5 പേജിൽ ഉള്ള രീതിയിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റും നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. The last date for submitting the assignment is August 31, 2020. Thank you.